മദ്യപരസ്യമിന്റെ കളിക്കുപ്പായത്തിൽ വേണ്ടെന്ന കടുത്ത നിലപാടെടുത്ത ക്രിക്കറ്റേഴ്സ്. ചില നിലപാടുകൾ ഏവർക്കും പ്രിയമാകണമെന്നില്ല. എന്നിരുന്നാലും വിശ്വാസത്തെയും ബോധ്യത്തെയും ഹനിക്കുന്ന ഒന്നിനെ ചുമക്കുക എന്നതിലും നല്ലത് വഴിമാറി നടക്കുകയാണെന്ന് കളിക്കളത്തിൽ തെളിയിച്ച ചിലരുണ്ട്. മനുഷ്യനന്മയ്ക്കൊട്ടുമുതകാത്ത മദ്യപരസ്യം ചുമന്ന് വിഗ്രഹം പേറുന്ന കഴുതയാകണ്ടെന്ന ധീരമായ തീരുമാനം കനത്ത സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന ചില താരങ്ങളെ പരിചയപ്പെട്ടാലോ. ഹാഷിം ആംല. കടുത്ത ദീനീബോധമുള്ള സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ ഹാഷിം ആംല കാസ്റ്റിൽ ലാഗർ എന്ന ബ്രൂവറിയുടെ പരസ്യം തന്റെ ജേഴ്സിയിൽ നിരാകരിക്കുക വഴി മാച്ച് ഫീ എന്നൊരു സംഗതി പൂർണ്ണമായും ഇല്ലാതെ കളിക്കാൻ നിർബന്ധിതനായി. മാൻ ഓഫ് ദി മാച്ചോ മാൻ ഓഫ് ദി ടൂർണമെന്റോ വഴി കിട്ടുന്ന വരുമാനമല്ലാതെ സ്പോൺസർഷിപ്പ് വകയിലുള്ള എല്ലാ വരുമാനവും ഈ കടുത്ത തീരുമാനത്തിന് പകരം കൊടുക്കേണ്ടി വന്നു. സൗത്ത് ആഫ്രിക്കൻ സ്പിന്നറായ ഇമ്രാൻ താഹിറും ഹാഷിം ആംലയിൽ നിന്നും പ്രചോദിതനായി ഈ തീരുമാനം നടപ്പാക്കി മദ്യ പരസ്യരഹിത ജേഴ്സിയുമായി ക്രീസിലിറങ്ങി. റാഷിദ് ഖാൻ. അഫ്ഗാനിസ്ഥാൻ എന്ന ടീമിന്റെ നെടുംഛേദമായിരുന്ന റാഷിദ് ഖാൻ ബിഗ് ബാഷ് ലീഗിൽ കളിക്കുമ്പോഴാണ് വെസ്റ്റ് എൻഡ് എന്ന ബ്രൂവറിയുടെ പരസ്യം തന്റെ കുപ്പായത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനമെടുത്തത്. BBLലെ റാഷിദ് ഖാന്റെ ടീമായിരുന്ന അഡിലേഡ് സ്ട്രൈക്കേഴ്സിന്റെ മുഖ്യ പ്രായോജകരായിരുന്നു സൗത്ത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള 1859 മുതൽ ബിയർ നിർമ്മാതാക്കളായിരുന്ന വെസ്റ്റ് എൻഡ്. ഫഹീം അഷ്റഫ്. ഇംഗ്ലണ്ടിന്റെ പ്രീമിയർ 2020 ലീഗായ T20 ബ്ലാസ്റ്റിൽ നോർത്താംപ്ടൺഷെയറിനു വേണ്ടി കരാർ ഒപ്പിടുമ്പോഴാണ് ഇന്ത്യ പെൽ അല എന്ന ബിയർ നിർമ്മാതാക്കളുടെ പരസ്യം തന്റെ ജേഴ്സിയിൽ ഉണ്ടാവരുതെന്ന കടുത്ത നിലപാടെടുത്തത്. അസ്ഹർ അലി. പാക് ടെസ്റ്റ് ക്യാപ്റ്റനായ അസ്ഹർ അലി കൗണ്ടി സീസണിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ സോമർസെറ്റിനു വേണ്ടി കളിക്കുമ്പോഴാണ് ട്രിബ്യൂട്ട് ആല എന്ന ബിയർ നിർമ്മാതാക്കളുടെ പരസ്യം തന്റെ കുപ്പായത്തിൽ വേണ്ട എന്ന കടുത്ത നിലപാടെടുത്തത്. ഇമാദ് വസീം. കരീബിയൻ പ്രീമിയർ ലീഗിന് വേണ്ടി കരാർ ഒപ്പിട്ട ഇമാദ് വസീമും നിലപാടിൽ മാറ്റം വരുത്താൻ തയ്യാറായിരുന്നില്ല. ക്രിസ് ഗെയിലിന്റെ ടീമായ ജമൈക്കൻ തൽവാസിന്റെ മുഖ്യ പ്രായോജകരായ ആപ്പിൾട്ടൺ എസ്റ്റേറ്റ് എന്ന റം മേക്കേഴ്സിന്റെ പരസ്യമാണ് ഇമാദ് പരസ്യമായി കുപ്പായത്തിൽ വേണ്ടെന്ന് ശടിച്ചത്. വിശ്വാസത്തിന്റെ പുറത്തെടുക്കുന്ന നിലപാടുകളോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചും ചിലർ ഇങ്ങനെ കടുത്ത നിലപാടുകളിലൂടെ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം.